ടൗൺ ഹാൾ കം മിനി സിവിൽ സ്റ്റേഷൻ നിർമ്മിക്കാൻ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് നബാർഡിന്റെ 10 കോടി ധനസഹായം തേടുന്നു. രാജ്യത്തെ തദ്ദേശ സ്വയംഭരണ സംവിധാനം നിലവിൽ വന്ന കാലത്ത് രൂപീകൃതമായ ഉപ്പുതറ പഞ്ചായത്തിൽ കല്യാണം, സാംസ്കാരിക പരിപാടികൾ, മറ്റ് ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പൊതു ഇടമോ മറ്റ് സൗകര്യങ്ങളോ ഇല്ല. ഇത് പരിഗണിച്ച് ടൗൺ ഹാൾ പണിയാൻ 2018 പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. എന്നാൽ നിർമ്മാണ ഉദ്ഘാടനം നടന്നതല്ലാതെ വർഷങ്ങൾ കഴിഞ്ഞിട്ടും കെട്ടിട നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിൽ കല്യാണം, സാംസ്കാരിക പരിപാടികൾ, മറ്റ് ആഘോഷങ്ങൾ ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് പൊതു ഇടമോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. ഇത് പരിഗണിച്ച് ടൗൺ ഹാൾ പണിയാൻ 2018 പഞ്ചായത്ത് ഭരണസമിതി തീരുമാനമെടുത്തത്. പഞ്ചായത്തിന്റെ തനത് ഫണ്ടും MLA, MP എന്നിവരുടെ പ്രാദേശിക വികസന ഫണ്ടും പ്രയോജനപ്പെടുത്താനായിരുന്നു തീരുമാനം. 2.5 കോടി രൂപ ചിലവിൽ ടൗൺ ഹാൾ നിർമ്മിക്കാൻ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം 2018 മെയ് 26 വൈദ്യുതി വകുപ്പ് മന്ത്രിയായിരുന്ന MM മണിയെ കൊണ്ട് നിർമ്മാണോദ്ഘാടനവും നടത്തി. തുടർന്ന് 2018-19 2019-20 50 ലക്ഷം രൂപ വീതം വാർഷിക പദ്ധതിയിൽ തുക വകയിരുത്തുകയും ചെയ്തു. എന്നാൽ മറ്റു ജനപ്രതിനിധികളുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ ലഭ്യമാക്കാൻ ഒരു ശ്രമവും ഉണ്ടായില്ല. ശിലാഫലകവും പ്രദേശവും കാട് കയറി മൂടിയത് വലിയ വിമർശനത്തിന് ഇടയാക്കി. തുടർന്ന് പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആവശ്യപ്രകാരം MLAയുടെ ശ്രമഫലമായി 2022-23 സംസ്ഥാന ബജറ്റിൽ ടൗൺ ഹാൾ നിർമ്മിക്കാൻ 8 കോടി രൂപ അനുവദിച്ച പ്രഖ്യാപനം വന്നു. എന്നാൽ 100 രൂപ ടോക്കൺ അനുമതിയിൽ നടപടി ഉണ്ടാകാതെ വരികയും പിന്നീട് വന്ന ബജറ്റിൽ ആവശ്യം ഒഴിവാക്കപ്പെടുകയും ചെയ്തു. തുടർന്നാണ് നബാർഡിന്റെ സഹായം തേടാൻ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം ജെയിംസ് തേക്കുമ്പേൽ പറഞ്ഞു. ഉപ്പുതറ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ഒരു വികസന സ്വപ്നമായിരുന്നു ഉപ്പുതറ ടൗൺ ഹാൾ നിർമ്മാണം. എന്നാൽ 2018 തറക്കല്ലിട്ട ഈ പ്രസ്ഥാനം കാട് കയറി നശിക്കുന്നതല്ലാതെ നാളിതുവരെ ഇതിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ ഉന്നതതല ഉദ്യോഗസ്ഥരുടെ അലംഭാവം മൂലം നടക്കാത്ത ഒരു സാഹചര്യം സംജാതമായിരിക്കുകയാണ്. ഇതിനെ തുടർന്ന് ബഹുഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജെയിംസ് കെ ജേക്കബിൻ്റെ നേതൃത്വത്തിലുള്ള ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇപ്പോൾ നബാർഡിൻ്റെ സഹായം തേടിയിരിക്കുകയാണ് ഈ പദ്ധതിയുടെ സ്വപ്ന സാക്ഷാത്കാരത്തിനായി. ഇതിനുള്ള DPR തയ്യാറാക്കാൻ തിരുവനന്തപുരം കേന്ദ്രമായുള്ള ഹാബിറ്റാറ്റ് എന്ന കമ്പനിക്ക് 6.3 ലക്ഷം രൂപയുടെ കരാർ നൽകി. DPR കിട്ടിയാലുടൻ നബാർഡിനെ സമീപിക്കാനാണ് പഞ്ചായത്തിന്റെ തീരുമാനം.